നമ്മളിപ്പോൾ പണ്ടത്തെ ഒരു കടുമാങ്ങ അച്ചാറാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിനായിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞ് ചെത്തി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ അരിഞ്ഞെടുത്ത മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്തു. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് കായപ്പൊടി ചേർക്കുന്നു. നമ്മൾ മാങ്ങ അതിനകത്ത് മഞ്ഞൾ, കായപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഒന്ന് ഇളക്കുകയാണ്. നന്നായി അതൊന്ന് ഇളക്കി പിടിച്ച് അതിനകത്ത് പരുവാവുന്നവരെ നമ്മളൊന്ന് ഇളക്കുകയാണ്. കൂടെ നമ്മൾ കുറച്ച് കൂടുതൽ, അതായത് 2 സ്പൂണിൽ കൂടുതൽ കടുക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. നമ്മൾ ഇനിയിപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ടു. കടുക് ഒന്ന് പൊട്ടട്ടെ. പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കണം. അതിലേക്ക് നമുക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി ബാക്കിയിരിക്കുന്ന മുളക് പൊടിയും കൂടെ നമുക്കങ്ങ് ചേർക്കാം. മുളക് പൊടി ഇളക്കിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കടുക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് 3 കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. അതിലേക്ക് വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. ഇനി 1 ഗ്ലാസ് വെള്ളം അതിൻ്റെ കൂടെ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് അതങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ഓഫാക്കി അല്പം തണുത്തതിന് ശേഷം മാങ്ങ അതിനകത്ത് ആഡ് ചെയ്യുക. നമ്മൾ ഒരുവിധം ആ തിളപ്പൊക്കെ മാറി തണുത്ത് ഏകദേശം കുറച്ച് തണുത്തിരിക്കുന്ന അതിൻ്റെ കറിയിലേക്ക് നമ്മൾ ആ മാങ്ങ മുഴുവനും ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കി അതിനകത്ത് മാങ്ങയുടെ എല്ലാം ഒന്ന് പിടിക്കുന്നത് വരെ നമ്മളതിനകത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഇളക്കി അങ്ങനെ വെച്ചിട്ട് അപ്പോൾ നമ്മളെ മാങ്ങയുടെ മണമൊക്കെ വരുന്നുണ്ട്. നല്ല നിറവും നല്ല മണവും വരുന്നുണ്ട്. ഇപ്പം ഉപ്പൊക്കെ പാകത്തിനാണുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ കടുമാങ്ങ അച്ചാറിൻ്റെ മണവും രുചിയും ഒക്കെ ഒന്ന് നിങ്ങൾ ശ്രമിച്ച് നോക്കണം. പണ്ടത്തെ അച്ചാറാണിത്. അടിപൊളി രുചിയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.